അന്തു അക്ഷരാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഉറഞ്ഞു തുള്ളി ഇതാ ഇപ്പം എന്തോ വലിയ ഒരു ദ്രോഹം ചെയ്ത പോലെയാണ് ആ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ അതിനങ്ങ് സംഘടിച്ചങ്ങ് എത്തുകയാണ്. ഈ പ്രതിഷേധ സൂചകമായി DYFI മാർച്ച് നടത്തുന്നു. അതിൽ പാടിയ പാട്ട് എനിക്കൊന്നും സ്വന്തമായി ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും സാരേ ജഹാം സേ അച്ഛ പാടി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കൂ. നമ്മൾ ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഇതിനെ സമീപിക്കേണ്ടതാണ് എൻ്റെ ഒരു നിലപാട്. അതിൽ ആദ്യത്തെ കാര്യം നേരത്തെ നമ്മളെല്ലാവരും കോമണായി ഡിസ്കസ് ചെയ്തതുപോലെ അവർക്ക് ദേശഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ ദേശഭക്തി എന്താണ്? ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങളെ പോലും ഇകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? പിന്നെ ശ്രീ NR മധുചേട്ടൻ ചോദിച്ചതുപോലെ എന്താണ് നിങ്ങളുടെ ദേശഭക്തിയുടെ നിർവചനം? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളതിനകത്ത് ചർച്ച ചെയ്യണം, ഒരു കണ്ടന്റിനകത്ത് ചർച്ച ചെയ്യണം. അതിൻ്റെ കാരണം നമ്മൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തിട്ടുള്ള കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറയുന്ന ഗാനമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം DYFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ഗാനമായും അല്ലെങ്കിൽ അതിനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നമ്മൾ എത്ര തരത്തിലുള്ള സംവാദം നടത്തിയാലും ആ സംവാദം ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ അതൊരു കൃത്യമായിട്ടുള്ള അർത്ഥവത്താവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാമെന്നുള്ളതല്ലാതെ ഇവരോടൊന്നും ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ സാരേ ജഹാംസെ അച്ഛ പാടാൻ പോയ ആളുകളുടെ അവസ്ഥ, അവർക്ക് ആ വരികളുടെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിട്ടില്ല. അവർ ആ കൃത്യമായ ബോധ്യത്തോടു കൂടിയല്ല ആ പ്രതിഷേധിക്കാൻ വേണ്ടി പോയത്. ഇനി ഈ കുട്ടികൾ അവിടെ പാട്ട് പാടുന്നു. കഴിഞ്ഞ ആദ്യത്തെ വന്ദേ ഭാരത് ഈ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോഴും ഇതുപോലെ ചില കുട്ടികൾ പല സ്ഥലങ്ങളിലായി ഇത്തരം ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങളൊക്കെ ആലപിച്ചിരുന്നു. ഇപ്പം നേരത്തെ നമ്മുടെ NR മധുചേട്ടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ ONV കുറുപ്പ്, അദ്ദേഹം അറിയപ്പെടുന്ന CPM-ൻ്റെ സഹയാത്രികനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാരത ഹൃദയ വിഭജിയിലുണരും ആ ഗീതമടക്കം കഴിഞ്ഞ ആദ്യത്തെ വന്ദേ ഭാരത് സമർപ്പിച്ച വേളയിൽ പല കുട്ടികളും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ ഗാനങ്ങളൊക്കെ തന്നെ കേരളം ഏറ്റെടുത്തതാണ്. കേരളത്തിലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അത്തരം ഗാനങ്ങളൊക്കെ ഇന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ അന്നും അവൈലബിൾ ആയിരുന്നു, ഇന്നും അവൈലബിൾ ആണ്. അതൊക്കെ അന്നും പാടിയിട്ടുണ്ട്, ഇന്നും പാടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. ഈ ഗീതത്തിൽ എവിടെയാണ് CPM-ന് എതിർപ്പുള്ളത് എന്ന് ചോദിച്ചാൽ CPM-ന് കൃത്യമായൊരു സ്ഥലം പറയാനില്ല. CPM പറയുന്നത് ഇത് RSSൻ്റെ ഗണഗീതമാണ്, അതുകൊണ്ട് ഇത് മാറ്റിവെക്കണം എന്നുള്ളതാണ്. നാളെ BJP ഒക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികൾ തുടങ്ങുമ്പോൾ വന്ദേ മാതരം പാടിയിട്ടാണ് കമ്മിറ്റികൾ ആരംഭിക്കുന്നത്. നാളെ ഇനി BJP അത് പാടുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് അത് പാടാൻ സാധിക്കില്ല. അത് പാടിയാൽ അത് ഇത്തരത്തിൽ ഹറാമാണ് എന്ന് പറയുന്ന നിലയിലേക്ക്, അതല്ലെങ്കിൽ ഇതെല്ലാം വർഗീയമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് നാളെ ഇവരുടെ മാനസികാവസ്ഥകൾ മാറില്ലേ? ഇനി ഈ നമ്മുടെ രാജ്യത്ത് ഭാരതാംബയെക്കുറിച്ച്, ഭാരതമാതാവിനെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച്, അരവിന്ദ് മഹർഷിയെക്കുറിച്ച്, ഭഗത് സിംഗിനെക്കുറിച്ച്, അതുപോലെ ഝാൻസി റാണിയെക്കുറിച്ച്, വിവേകാനന്ദനെക്കുറിച്ചൊക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ, അങ്ങനെ തെറ്റ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ബിംബങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നവർ മധുരയിൽ ഒരു സമ്മേളനം നടത്തുമ്പോൾ സഖാവ് പിണറായി വിജയൻ, ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ സൂം ചെയ്യുമെങ്കിൽ ഞാൻ കാട്ടാം, കഫിയ ധരിച്ചു നിൽക്കുന്ന സഖാവ് പിണറായി വിജയനെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്താണ് കഫിയ? എന്ത് ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കഫിയ ധരിച്ചത്? അപ്പം നിങ്ങൾ മതേതരത്വ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ചില ലെഫ്റ്റ് ലിബറൽ എന്ന് ഞാൻ പറയുന്നില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്ന ചില തീവ്ര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാലസ്തീന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള മാർച്ചുകളൊക്കെ നടത്താൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ എന്താണ് CPM, എന്താണ് ദേശഭക്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് പറയേണ്ടി വരിക, JNU എന്ന് പറയുന്ന ക്യാമ്പസിനകത്ത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ആ വധശിക്ഷ നടപ്പിലാക്കിയപ്പോൾ യാക്കൂബ് മേമൻ എന്ന് പറയുന്ന, മക്ബൂൽ ഭട്ട് എന്ന് പറയുന്ന ഇത്തരത്തിൽ രാജ്യം അറിയപ്പെടുന്ന കുപ്രസിദ്ധരായിട്ടുള്ള ഭീകരവാദികളെ കൊന്നുതള്ളിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ വഴിയെ പോയി നിയമം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ച് അവർക്കും നിയമപരമായി എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കൊടുത്തതിന് ശേഷം നിയമസംഹിത ഒരു തീരുമാനമെടുത്ത് രാജ്യത്തിൻ്റെ പരമാധികാര കോടതി, സുപ്രീം കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പിലാകുമ്പോൾ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ ദേശീയ സെക്രട്ടറി അടക്കം
അടക്കം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളുകളടക്കം ഈ ചെന്നിരുന്ന് ഇടതും വലതും ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ഇന്ന് കനയ്യകുമാർ എന്ന് പറയുന്ന ഇന്ന് രാജ്യത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നടക്കുന്ന പഴയ JNUവിലെ SFIക്കാരനായിട്ടുള്ള JNUവിലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആൾ വിളിച്ച മുദ്രാവാക്യം ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ എന്നായിരുന്നു. ഹഫ്സല്ലാം ഷർമിന്ദാ ഹെ തേരെ ഖാത്തിൽ സിന്ദാ ഹെ എന്ന മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം വിളിച്ച് ക്ഷീണിച്ച കനയ്യകുമാറിന് ഇടതും വലതും ഇരുന്ന് അവൻ്റെ വേർപ്പ് വഴി ഒപ്പിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് താങ്കൾ ഇതിലപ്പുറം ഒരു ദേശഭക്തി പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഞാനും താങ്കളുമാണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ. കാരണം ഇവർ ദേശഭക്തരല്ല, ഇവർ ദേശീയ രാഷ്ട്രീയത്തിലും ദേശത്തിനെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വേണ്ടി ഭാരതത്തിലെ സാധാരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളത്. ഭാരതത്തിനകത്ത് രാജ്യം സ്വാതന്ത്ര്യപ്പെട്ടതിനു ശേഷം ഓഗസ്റ്റ് 15-ന് ആപത്ത് 15 എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചവരാണ് കേരളത്തിലെ CPM-ഉം രാഷ്ട്രത്തിലെ CPM-ഉം. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ പതാകകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഉയർത്തിയില്ല എന്ന് പറഞ്ഞവരാണ് ഈ പറയുന്ന CPIM. അതിനുശേഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ചൈന യുദ്ധവേളയിൽ രാജ്യത്തിന് വേണ്ടി സ്തുത്യർഹമായിട്ടുള്ള സേവനം നടത്തി പരിക്ക് പറ്റിയിട്ടുള്ള ഭാരതത്തിൻ്റെ ജവാന്മാർക്ക് ഒരു തുള്ളി ചോര പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹികളുടെ ഏറ്റവും വലിയ അംബാസിഡർമാരാണ് കേരളത്തിലെ CPM-ഉം രാജ്യത്തെ CPM-ഉം. അങ്ങനെയുള്ള CPM-ൽ നിന്ന് ഇതിലപ്പുറം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇന്നിപ്പോൾ DYFIയുടെ നേതാവ് സനോജിനെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് വലിയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന 100 വർഷം പിന്നിട്ടിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന് രാജ്യസ്നേഹം പഠിപ്പിക്കാനൊന്നും VK സനോജും VK സനോജിൻ്റെ പാർട്ടിയും VK സനോജിൻ്റെ തലതൊട്ടപ്പന്മാരും ഒരു 100 ജന്മം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം പരം വൈഭവന്നേതു മേധസ്വരാഷ്ട്രം, ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി സ്വയം അർപ്പിതമായ ജീവിതങ്ങളാണ് ഞങ്ങൾ എന്ന് ദിവസേന നെയ്മേന ശാഖയിൽ പ്രാർത്ഥന പാടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ ഭാരതാംബയ്ക്ക് വേണ്ടി, ഈ ഭാരതത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി ജീവിക്കുന്ന 100 കണക്കിന് കോടിക്കണക്കിന് സ്വയം സേവകന്മാരുള്ള കേരളത്തിൽ, രാജ്യത്ത്, അങ്ങനെയുള്ള രാജ്യത്ത് തീർച്ചയായും CPM ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല. തീർച്ചയായും ഇതുപോലെയുള്ള ഗീതങ്ങൾ ഇനിയും പാടും. അത് വന്ദേ ഭാരതിലും പാടും, അത് മറ്റു സ്ഥലങ്ങളിലും പാടും. നിങ്ങൾ പറഞ്ഞല്ലോ സ്ഥലവും സാഹചര്യവും നോക്കി പാടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ ക്ഷേത്ര മൈതാനങ്ങളിൽ, ഉത്സവപ്പറമ്പുകളിൽ നിങ്ങൾക്ക് ബലികുടീരങ്ങളെ എന്ന ഗീതം പാടാമോ? നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പനെ അറിയാമോ? നിങ്ങളുടെ കമ്മിറ്റികളല്ലേ, നിങ്ങളുടെ ഭരണസമിതികളല്ലേ ആ പാട്ടിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നിങ്ങളുടെ ഭരണസമിതികൾ, നിങ്ങളുടെ സംവിധാനങ്ങൾ, നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, അവിടുത്തെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റുമാരായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ബലികുടീരങ്ങളെ എന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു വികാരവും വ്രണപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരാളുടെയും അവരുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൈകടത്തി എന്ന് നിങ്ങളുടെ നിലപാടുകൾ ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ നാട്ടിലെ അമ്പലങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വൈകാരിക ബന്ധങ്ങളും ഉണ്ടായില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയം, നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേശീയ ഇസ്ലാമികളെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ, APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ, യാക്കൂബ് മേമനെയും അഫ്സൽ ഗുരുവിനെയും പോലെയുള്ള തീവ്രവാദികൾക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നവരാണ് കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അത് പറയുമ്പോൾ ഞങ്ങളൊക്കെ ദേശവിരുദ്ധരാണെന്ന് നിങ്ങളൊരു 100 പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പുതിയ തലമുറ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ പുതിയ തലമുറ അവസാനം പാടി നിർത്തിയതുപോലെ, ആ തലമുറയിലെ ആ കുട്ടികൾ അവസാനം പാടി നിർത്തിയതുപോലെ, ഇവിടെ വരൂ, ഈ കാറ്റൊന്നേൽക്കൂ, ഇവിടെ ഭാരതം ഉണരുന്നു, ഇവിടെ RSS ഉണരുന്നു എന്നല്ല പാടിയത്, ഇവിടെ ഭാരതം ഉണരുന്നു. വൈജയന്തിയുടെ കാലം, വൈഭവപൂർണ്ണമായ ഭാരതത്തിലേക്ക് നിങ്ങൾക്കും വരാം കമ്മ്യൂണിസ്റ്റുകാരാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്.